ശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമചന്ദ്രസ്വാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദീരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാരിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ വിഷണ്ടൻ എന്തറിഞ്ഞിരിക്കുന്നു. വിഷടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുഷും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നിടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശുരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടും അവന് ഞാൻ. സോദരി ചൊന്നാളത് കേട്ടു രാവണനോടു. യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീതടം ബുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗ മാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനം ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനം മറ്റുള്ള അപ്സരസ്ത്രീവർഗവും. നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്കം അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജനാസാഗരനെ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ജരാനീതി ഇനിയോടും അവൻ ദോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടം പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർവഴിയാളാൻ ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാതിൽ ജന്മസാഫല്യം വരും. തിങ്കളാക്കിയിടുവൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തത്സാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ. ഉത്സംഗേ വസിക്കുണ്ടാകുന്നു ദേവരാജേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുത്. എതിർക്കുമ്പോൾ
മോഹിപ്പിച്ചൊരു ജാതി മായയാ ഫലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നില്ലേതും നിദ്ര ചിന്തയുണ്ടാകും മൂലം എത്രയും ചിത്രമോത്തോളം ഇതുമൊരു മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ടു ശക്തനാ നർത്തഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷ നല്ല രാമൻ എന്നതൂ നൂനം ഭക്തവത്സലനായ ഭവാൻ പത്മേഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്നും ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാണെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സിൽ നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ. ഭക്തി കൊണ്ടെന്നിൽ പ്രാസാദിക്കയില്ല ക്ലേശൻ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിരു ചിത്രഭാനുമുദയാദ്രിമൂർധനി വന്നു തീരതേറിനാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജലാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും ഒരു വീടിന മാരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്താനം ചെയ്തു കൊണ്ടുകൊണ്ടു തന്മാറിനണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിദേവനായിക്കെന്നൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതോ വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരൻ ഇരുവരതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലെന്നുടെ ബലിതന്നാസികാഭുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തോരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിനു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ എപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നിയമമാ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തി കന്ദരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതൂ നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുന് ശ്രേഷ്ഠന്മാർ പറഞ്ഞു കണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നു എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ
താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീ, മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. ഇത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സരൻ പതനീയൻ ഈശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ. നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ. താൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു, മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു. സത്യസങ്കൽപ്പനായ ഭവാൻ താനെങ്കിലോ പിന്നെ അല്ലെന്നാക്കുവാനാളാരടോ. നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും, ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാബാഹ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനീ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂടാക്കിയിടുന്ന ഉണ്ടിങ്ങു തന്നെ എന്നതു കേട്ട് വിചാരിച്ചു മാരീചനും. നന്നല്ല ദുഷ്ടാവിധങ്ങൾക്ക് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടും പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറപാടുള്ളൊരു മുഖവേഷവും പൂണ്ടാൻ. പങ്ക്തികാന്തരൻ തേരിലമ്മാറുകരേറിനാൻ, ചെന്താർഭാടനം തേരിലേറിനാൻ. അത് നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസനും അന്ധനായി ചമഞ്ഞതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത് മുഗ്ധഭാവത്തോടോരോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലൊൾപ്പൊക്കും. പിന്നെ വേഗീന പുറപ്പെട്ടും തുള്ളിച്ചാടിയും രാഘഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോഭാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദോഹി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ ജ്യേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൽ, ഏകാന്തേ കാന്തേ കേൾനീ, ഭിക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ. ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജെ, നീയൊരു കാര്യം വേണം അതിനു മടിയാതെ. മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ തന്നെ. രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്ക ഒരാണ്ടിരുന്നീടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം. കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നതു മഹാവിഷ്ണുമായയും. അപ്പോൾ മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു സീതയും രാമചന്ദ്രനോടുര ചെയ്താൽ, ഭർത്താവേ കണ്ടീലയോ കനകമയം മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ എതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മെരുക്കമുണ്ട് എത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങും. വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ. മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുദാനന്മാരുണ്ടോ കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതീനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാഥൻ കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം.
മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതോ കേട്ടുപോയകലുമ്പോൾ, എന്തിനടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഭക്തി കന്ധരൻ തനിക്കതിനുള്ളു ഉപായമിത് എന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിജാലികളുടെ മായയിതെറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുക അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാമുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നെയ്യുമുണ്ടായി നൂനം ഭ്രാതനാശത്തിനത്രേ കാംക്ഷയുണ്ടാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിത് ഓർത്തിയിലയല്ലോ. രാമനാശകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥ്യമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു നാശം വന്നാൽ കൂടമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണ ഉദ്യതനായ നിന്നെയും സോദര ബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം വൃത്തി പുനരവളോടുര ചെയ്താൽ നിനക്കു നാശമെടുത്തിരിക്കുന്നതു ഭാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ഗന്ധ്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ഭാണാന്തനായ അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണി വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വഗതവാക്യ ബുദ്ധ്യ മുക്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുക തപോദിതേ. ഭർത്താവ് ഒരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ശ്രുത്രാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനേ കമനീയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയടു നാരീമണി താനേ വാഴുന്നതെന്താരാവിധ വാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ നിന്നുടെ പരമാർത്ഥം പറയുന്നുണ്ട് താനും. മേദിനീ സുതയതു കേട്ടു പുര ചെയ്തിടിനാൾ. മേദിനീപതിവരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുതവീരൻ തന്നെ ധർമ്മഭഗ്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതൃജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 ആണ്ടു കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. എന്തിരുവഴിയെ ഞാൻ അറിഞ്ഞില്ലതും മുതൽ എന്തിനായിരുന്നു കൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാദിവാസേ പൗലസ്ത്യ തനയന രാക്ഷസ രാജാവ് ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്നോലവഞ്ഞു നീ പോരേണം മയാസാഹം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരാനായേ തവലോകസുന്ദരീ നാഥേ. താമസ വേഷം പൂണ്ട രാമനാലെന്തുഫലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായ ഒരിനെ നീ ഭജിച്ചാലും കരുണാദരീ മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലം അടുത്തിതു വരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം
തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ലൈലാകാരം കാണായ നേരമുള്ളിൽ 5 ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തീരതിലെടുത്തു വെച്ച് ആകാശമാർഗേ ശീഘ്രം പോയതു ദശാസിനും ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ആഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്താനം ചെയ്തെത്തിനാഞ്ജലായും തിഷ്ടതിഷ്ടാഗ്രീമമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ട് ഇവിടേക്ക് പോകുന്നു മൂടാത്മാവേ. അദ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ശുദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനില ശുദ്ധമായി ചമയുന്നത് അദ്രികളിൽ അകന്നു വിദ്രുതമതു നേരം. കാൽനകങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പൊടുത്താനനങ്ങളും കീറി മുറിഞ്ഞിതു വശം കിട്ടു. തിഷ്ടത്തൊണ്ടാഗ്രം കൊണ്ടു ചേർത്തടം തകർത്തിതു കാൽഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രുക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരണം ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയിടതൻ ആർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരിന്ദ്രനപ്പോൾ ധാത്രി പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കിയ ഉദരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷതി തന്നിൽ വീണാൻ അക്ഷമാരായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തിരിലേറി തെറ്റുന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർ ഇറ്റിറ്റു വീടിയിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാൻ ജാനകി ദേവിദാനം. ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു ഉത്തമാനായ നിന്റെ ജീവനും പോകായെന്നു. പൃഥ്വീപുത്രിയും വരം പത്രിരാജന് നൽകി പൃഥ്വിമണ്ഡലമാ അകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാതയാനിതേ നിന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ല എനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിതേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമി ദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപതി ഗൗണപാണിതവൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വാരിതേ നാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രരിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗന നടന്നിടിനാനത് നേരം. പൃഥ്വിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചുതൻ ഉത്തരീയാർദ്ധഖണ്ഡം ബന്ധിച്ചു രാമഭദ്രനു കൺമാൻ യോഗം വരികെന്ന അവതാരിൽ സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചതു സീതാദേവി. മത്തനാ നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ അബ്ദിയുമുത്തീരതൻ ഭക്തനാംഗത്വാ തൂർണം ശുദ്ധാന്ത മധ്യേ മഹാശോകാനന ദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാദ തരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുറപ്പിച്ചു. തന്റെ വസ്ത്രം ഉൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമായ ജാനകി ദേവി പാദ്യമൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായ വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനം നിഷ്ഠയാ ബഹുയാമിനി ജലകുലനാരികളുടെ മധ്യേ നികാരശീത തപവാദപീഡയും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിത ആതങ്കം ഉൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാത്തു. ആതങ്കം ഉൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരമേതു കൊന്നു. വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ജലപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതു മറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം അവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീതാലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ കാര്യവും വന്നില്ല. ദുഃഖിച്ചുകൊള്ളൂ ഞാനും ഭഗവനെന്ന പോലെ മൈക്കടി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാഘവൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യയാച കൈക്കൊണ്ടുപോകാൻ യുദ്ധിക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മത്തോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം
ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടേ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാകേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവ അവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടക ജാതികൾ കൊണ്ടൂരരുതാത്തതെന്നോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താൻ അഗ്രേ നടന്നു നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി ഹാഹാ ലക്ഷ്മണ പരിത്രാഗി സൗമ്യത്തെ ശീഘ്രം ഹാഹാ രാക്ഷസനെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഹാദ്രിയും തവനാഥമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കർഷണം പോർക്കുന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൽ എന്നോടു പലതരം അവയെല്ലാം ഇപ്പോൾ എന്തിനു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിട കൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ പോഷനെത്രയുമെന്നോ നീ അറിയുന്നതേയില്ലേ. രക്ഷതാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിലച്ചുട അന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ച നിഷ്കളാനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ആഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളും ഉണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടു മൃഗാലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാശിയെ നിങ്ങൾ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോ ഓരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണാനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞാനന്മാർക്ക് സുഖദുഃഖ ഭോഗങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.